അതെ ഇമോഷണൽ ആയാലും നമ്മള് സഗരി ഗരി സഗരി ഗരി നീ പാരി സഗരി ഗരി സഗരി ഗരി. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള നിരീഷിന്റെ മാട്രിമോണിയിൽ കയറിയുള്ള വെലസൽ ഇന്നത്തോടെ തീർന്നിരിക്കുകയാണ്. ആ പരിപാടി അവിടെ അവസാനിച്ചു. അവള് ഒറ്റ മോളാ, പക്ഷെ അവൾക്ക് അങ്ങനെ ഒരു ഇത് ഒറ്റ മോള് എന്നുള്ളൊരു ഇത് വന്നിട്ടില്ല. കാരണം ഞങ്ങൾ സിസ്റ്റേഴ്സിനെ പോലെ തന്നെ അവളെ കൂടി ഋഷേട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വത്തുക്കുടമാണ്. കേൾക്കാൻ എൻജോയ് ചെയ്യാൻ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഡ്രിങ്ക് ചെയ്തത് വരെ നിതീഷേട്ടൻ. നമ്മള് ഫസ്റ്റ് ടൈം പബ്ബിൽ പോയത് എല്ലാം നിതീഷ് വളർത്തിയ പിള്ളേരാണ് നമ്മൾ. അതിന്റെ എല്ലാ ഗുണവും ഞങ്ങൾക്കുണ്ട്. ചെറുപ്പത്തിൽ കുസൃതി കളിക്കുമ്പോൾ കുറച്ചൊരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ കണക്കിൽ മാർക്ക് പറഞ്ഞിട്ട് ഞാൻ നല്ലൊരു അടി കൊടുത്ത് അതിൽ അവൾ ഉയർന്ന മാർക്ക് നേടുന്നുള്ളൊരു വാശിയോടെ അവൾ പഠിച്ചു. ഉയർന്ന നിലക്കെത്തി. ആ മുട്ടിനൊരടി കിട്ടിയാലേ ആണെങ്കിൽ ഒക്കെ ഭയങ്കര ഫീലിംഗ് ആയിന്. അതുപോലെ അവൾ ഉയർന്ന പദവിയിലിരുന്നു. എൻ്റെ മോള് നല്ല സ്നേഹസമ്പന്നമായ മോളാണ്. നല്ലോണം പഠിക്കും. ചെറുപ്പത്തിലെ നല്ല കലാപരമായിട്ടെല്ലാം പങ്കെടുക്കുന്ന കൂട്ടത്തിലാണ്. പഠിക്കുന്ന ഓള് പറയും എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് താല്പര്യമുണ്ടേനു. അത് അവൾ ആഗ്രഹം സാധിപ്പിച്ചു. ಸಂಜೀವ ಸರದರ್ಶನ ആർക്ക് വേണമെങ്കിലും ഭയങ്കര ഹെൽപ്പിംഗ് ആണ് നിതീഷ്. അതുപോലെ എല്ലാവരുടെയും കയ്യിലെടുക്കാനുള്ള വകുപ്പ് അത് വേറെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ അറിയാം. ഇനിയിപ്പോ ഡുംഡും കഴിഞ്ഞിട്ട് ഡുംഡും നമ്മള് ഫാമിലി എക്സ്പാൻഡ് ചെയ്യാണ്. അതെ, നമ്മൾ ഫാമിലി എക്സ്പാൻഡ് ചെയ്യാം. ഡുംഡും നമ്മുടെ സെയിം വൈബായും കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആള് ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര കെയറിങ്. എൻ്റെ എന്ത് കാര്യം പറഞ്ഞാലും ഓപ്പൺ ആയിട്ട് വന്നാൽ അപ്പോൾ ഒന്നും ചിന്തിക്കാണ്ട് ഓക്കെ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ പറയും. അപ്പോൾ എന്താ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ എനിക്കിപ്പോൾ അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രൊപ്പോസൽ ഇങ്ങനെ വന്നപ്പോൾ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ റിജക്റ്റ് ചെയ്തു ആള് പാലക്കാട് എന്ന് പറഞ്ഞപ്പോൾ. പിന്നെ എഗെയിൻ എന്നെ ഇൻസ്റ്റാ ത്രൂ കോണ്ടാക്ട് ചെയ്യുക ചെയ്തത്. എന്തായി എന്തെങ്കിലും അപ്ഡേറ്റ്
മീൻസ് ഇനി വേറെ എന്തെങ്കിലും മൂവ് ചെയ്തോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചും കൂടെ എന്താ കണക്ഷൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഒരു മാരേജ് എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. ഞാനും അനിയനും തമ്മിലൊരു 7 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു കുറച്ച് കാലം അവനെ അടുപ്പിക്കാതെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അവനെ ഞാൻ എൻ്റെ ഒപ്പം അടുപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്ത് കാര്യത്തിനും ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും. ഐശ്വര്യ പോകുന്നതിനെ പറ്റി എനിക്ക് ഞാൻ ഇപ്പോൾ ഒറ്റക്കാന്നുള്ള ഒരു വിഷമം. പക്ഷെ എപ്പോൾ എനിക്ക് എൻ്റെ മോളെ കിട്ടൂലല്ലോ, ഒക്കെ ഒരാൾ വേണമല്ലോ. അതുകൊണ്ട് അതിന് നല്ലൊരു മോനെ കിട്ടിയോണ്ട് ഭയങ്കര സന്തോഷമായി. Dum 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 bow bow num happy married life.